ശ്രീമുഖി സമാരംഭാം ശങ്കരാചാര്യമധ്യം സ്മൃതി പുരാണാനാം ആലയം ശങ്കരം ശങ്കരാചാര്യ ഭാഷ്യം. തദ്ദേതത്പദനീയമസ്യ സർവസ്യ യദയമാത്മാ അനേന ഹ്യേത സർവം വേദ യഥാഹ വൈ പദേന അനുവിന്ദേത ഏവം കീർത്തിമി ശ്ലോകം വിന്ദതേ ഏവം വേദ. ആ ഭാഗമാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നു. ആത്മനി ജ്ഞാതേ സർവം അന്യത് ജ്ഞായതേ വിജ്ഞാനേ പ്രകൃതി കഥം ലാഭോ അപ്രകൃത ഉച്യതേ. അതാണ് ഇവിടെ ജ്ഞാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ലാഭം അതങ്ങനെ കടന്നു വന്നു എന്നാണ്. യഥാഹവായി പദേനാലുവിന്റെ ദൈവം കീർത്തി ശ്ലോകം വിന്ദതേ. ജ്ഞാനം, അറിവ്, ലാഭം എന്ന് വെച്ചാൽ നേട്ടം. ഇവിടെ ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ലാഭം എങ്ങനെ വന്നു? ഇവിടെ ജ്ഞാനലാഭയോ ഏകാർത്ഥത്വ ജ്ഞാനശബ്ദവും ലാഭശബ്ദവും താല്പര്യം ഒന്ന് തന്നെ. ആത്മനോ ഹ്യലാഭോ അജ്ഞാനമേവ. ആത്മാവിന്റെ അലാഭം സാധാരണ പറയാറുണ്ട്. ആത്മജ്ഞാനം, ആത്മബോധം, ആത്മാനുഭൂതി, ആത്മാപരോക്ഷത്വം, ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് ഇവിടെ. ഇതേത് ശബ്ദം പ്രയോഗിച്ചാലും ശരി, ജ്ഞാനമെന്നോ അനുഭൂതിയെന്നോ അനുഭവമെന്നോ അപരോക്ഷതയെന്നോ
എന്തു പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ, അതിന്റെ താല്പര്യം ഒന്ന് തന്നെ. ശബ്ദങ്ങൾക്ക് വേറെ വേറെ അർത്ഥം വരാം, പക്ഷെ എല്ലായിടത്തും ഉദ്ദേശിക്കുന്നത് ഒരേ താല്പര്യം തന്നെ. അതുപോലെ പറയും ആത്മലാഭം, സല്ലാഭം എന്നുവെച്ചാൽ ആത്മാവിനെ നേടി. എന്താ നേട്ടം? സല്ലാഭം, സത്തിനെ നേടി. അവിടെ ആ നേടിയെന്ന് പറഞ്ഞാലും മുമ്പ് പറഞ്ഞ അതേ താല്പര്യം തന്നെ. ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് ലാഭം എന്ന് പറയുമ്പോൾ. അനാത്മ വിഷയങ്ങളിൽ അങ്ങനെയല്ല. മറ്റെന്തെങ്കിലും ഒരു വസ്തുവിനെ നേടുക അത് വേറെ, അറിയുക വേറെ. സ്വർഗത്തെക്കുറിച്ച് അറിയുക അത് വേറെ, സ്വർഗത്തെ നേടുക വേറെ. രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ അറിഞ്ഞിട്ട് നേടാൻ മറ്റൊന്നുമില്ല. അവനെന്താ നേട്ടം? അറിയുന്നത് തന്നെ നേട്ടം. അറിവിനപ്പുറം ഇവിടെ ഒരു നേട്ടമില്ല. പറയും അത് അറിഞ്ഞാൽ പോരല്ലോ. സാറിന് പറയും അറിഞ്ഞാൽ പോരെ, ഇനി അതിനെ അനുഭവിക്കണ്ടേ. അത് അറിവില്ലാത്തതുകൊണ്ട് പറയുന്ന അറിവ് തന്നെയാണ് അനുഭവം. അനുഭവത്തിന്റെ മറ്റൊരു പദമാണ്. ചിലവരെ അറിഞ്ഞാൽ പോരാ, അനുഭൂതിയില്ല. അറിവ് തന്നെയാണ് അനുഭൂതി. ഇവിടെ ആത്മബോധവും ആത്മാനുഭൂതിയും അങ്ങനെ രണ്ടില്ല. അറിവിനപ്പുറം ഭാഷ്യകാരൻ മറ്റൊന്നിനെ അംഗീകരിക്കുന്നില്ല. അറിവിന്റെ ഫലമായിട്ട് പറയുന്ന മുക്തി. അതല്ലാതെ അറിവിനപ്പുറം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ലാഭം അലാഭം, ജ്ഞാനം അജ്ഞാനം രണ്ടും ഒരേ അർത്ഥത്തിലാണ്. ആത്മനോഹി അലാഭോ അജ്ഞാനമേവ. ആത്മലാഭം ഉണ്ടായില്ല, ആത്മാവിനെ നേടിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനമേവ, ജ്ഞാനമില്ലെന്നേ ഉള്ളൂ അതിനർത്ഥം. അജ്ഞാനം എന്ന് വെച്ചാൽ ജ്ഞാനമില്ല. അല്ല, ജ്ഞാനത്തിൽ വരുന്ന വ്യത്യാസമാണ്. എന്താണ്? ആ ജ്ഞാനത്തെ സംശയം ഉണ്ടായിരിക്കുക, അജ്ഞാനത്തോടു കൂടിയിരിക്കുക, അജ്ഞാന വിപരീതത്തോടു കൂടിയിരിക്കുക, ഇതൊക്കെ സംഭവിക്കും. ജ്ഞാനത്തിൽ അങ്ങനെയുള്ള ദോഷങ്ങൾ കടന്നുകൂടാ. ആ ദോഷങ്ങളില്ലാതായി കഴിഞ്ഞാൽ ജ്ഞാനം, അനുഭവം, അനുഭൂതി, സാക്ഷാത്കാരം എല്ലാം ഒന്ന് തന്നെയാണ്. തസ്മാത് ജ്ഞാനമേവ ആത്മനോ ലാഭം. അതുകൊണ്ട് ആത്മലാഭം എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തെ തന്നെയാണ്. അത് എത്ര തവണ ആവർത്തിച്ച് പറയും. മോക്ഷത്തിന് കാരണമായി ജ്ഞാനമല്ലാതെ മറ്റൊന്നിനെയും സ്വീകരിക്കുന്നില്ല. സദാത്മേകത്വജ്ഞാനം. ആ ജ്ഞാനത്തിന് പല രൂപങ്ങളില്ല, ഏകരൂപമാണ്. സദാത്മേകത്വജ്ഞാനം എന്നല്ലാതെ അതിന് വേറൊന്ന് പറയാൻ പറ്റില്ല. വിഷയജ്ഞാനങ്ങൾ എങ്ങനെയാണോ പലതാകുന്നത്, പുസ്തകത്തിന്റെ ജ്ഞാനം, മേശയുടെ ജ്ഞാനം, ഇങ്ങനെ പലതാകും. വിഷയങ്ങൾക്കനുസരിച്ച് പലതാകുന്നു. ഇവിടെ സദാത്മാ വിഷയം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ജ്ഞാനം പലതില്ല. ജ്ഞാനത്തിൽ ഏറ്റക്കുറച്ചിലില്ല. കൂടിയ ജ്ഞാനം, കുറഞ്ഞ ജ്ഞാനം. എന്തുകൊണ്ടില്ല? വിഷയത്തിൽ ഏറ്റക്കുറച്ചിലില്ല. വിഷയം ഇവിടെ ഒന്നാണ്, സദാത്മാ. അതുകൊണ്ട് ജ്ഞാനത്തിൽ സാതിശയത്വമില്ല. ഇല്ലാത്തതുകൊണ്ട് പറയാം അത് നിരതിശയമാണ്, ഏറ്റക്കുറച്ചിലില്ലാത്തതാണ്. ആ ജ്ഞാനത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ലാഭം. അനാത്മലാഭവൻ അപ്രാപ്ത പ്രാപ്തി ലക്ഷണ ആത്മലാഭവും. ബാക്കി ഈ ഏറ്റക്കുറച്ചിലുകളെല്ലാം വരുന്നത് ആത്മഭിന്നമായ വിഷയങ്ങളുടെ പ്രാപ്തിയിൽ, ആ വിഷയങ്ങളുടെ ജ്ഞാനത്തിലൊക്കെ വരാം. അനാത്മലാഭവൻ, അനാത്മലാഭം, സ്വർഗാദികൾ അനാത്മലാഭമാണ്. അതുപോലെ അപ്രാപ്ത പ്രാപ്തി ലക്ഷണ ആത്മലാഭവും. ആത്മലാഭം എന്ന് പറയുന്നത്, ആത്മജ്ഞാനം എന്ന് പറയുന്നത് അപ്രാപ്ത പ്രാപ്തി രൂപത്തിലുള്ളവർ. അപ്രാപ്തമായ ഒന്നിനെ പ്രാപിക്കുന്നതല്ല.
അപ്രാപ്തപ്രാപ്തി എന്ന് പറയുന്നു. ഉദാഹരണം പറയുന്നു സ്വർഗം, അത് അപ്രാപ്തമായിരുന്നു. എന്തുകൊണ്ടത് അപ്രാപ്തമായി? ആരാണോ സ്വർഗത്തെ നേടുന്നത് അവനിൽ നിന്ന് അന്യമായിരുന്നു. അവനിൽ നിന്ന് ദൂരെയാണ് സ്വർഗം. നാഗപൃഷ്ഠത്തിലെന്ന് പറയും. മേരുപൃഷ്ഠത്തിലാണ് നാഗം എന്ന് പറയും. അങ്ങനെയെല്ലാം പറയുന്നത്. മേരുപർവ്വതത്തിന്റെ എവിടെയാണ് സ്വർഗം ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ വിശ്വസിക്കുമ്പോൾ അത് അവനിൽ നിന്ന് അന്യമാണ്, ദൂരെയാണ്. അതിനെ അവൻ ഒരുപാട് യാഗവും മറ്റും ചെയ്ത് അതിന്റെ സംസ്കാരം കൊണ്ട് മരണശേഷം അവിടെ പോയി അത് നേടണം. ബ്രഹ്മലോകമെന്നും മറ്റും പറയുന്നു. അതൊക്കെ ഉള്ളതാണല്ലോ ഈ ലോകങ്ങളെല്ലാം. അതിനൊക്കെ വ്യാവഹാരികമായ സത്യമുണ്ട്. ഈ ലോകത്ത് തന്നെ ദേശം കാല ഭേദങ്ങളുണ്ട്, ഗമനാഗമനങ്ങളൊക്കെ നടക്കുന്നു, പ്രാപ്തി അപ്രാപ്തിയെല്ലാം സംഭവിക്കുന്നു. അതുപോലെ മറ്റു ലോകങ്ങളിലും സംഭവിക്കും. ഈ ലോകത്തിലുള്ള സത്യം ഏത് ലോകത്തിനും വരാം. അവിടെയെല്ലാം സംഭവിക്കുന്നത് തന്നിൽ നിന്ന് അന്യമാണതല്ല. പക്ഷെ ഇവിടെ ആത്മജ്ഞാനം അതൊക്കെ അപ്രാപ്തപ്രാപ്തിയുണ്ട്. ആത്മബോധം അപ്രാപ്തപ്രാപ്തിയില്ല. അപ്രാപ്തമായ ഒന്നിനെ പ്രാപിക്കുന്നതല്ല. ഇവിടെ ചിലർ സംശയം ചോദിക്കും, എനിക്ക് ഇതുവരെ ആത്മബോധം ഉണ്ടായില്ല, ഞാൻ ഗുരുവിൽ നിന്ന് ഉപദേശം ശ്രവിച്ചു, എന്നെക്കുറിച്ചുള്ള ബോധമുണ്ടായി, അപ്രാപ്തമായിരുന്ന ജ്ഞാനമല്ലേ പ്രാപിച്ചത്? ചില ചോദിക്കും. ഇവിടെയൊന്നും ആരും ചോദിക്കത്തില്ല. പുറത്തുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നവരുണ്ട്. പുറത്തുള്ളവർ ഇത് ധാരാളം പേര് കേൾക്കുന്നുണ്ട്. അവർ ചോദിക്കും. ചോദിച്ചതുകൊണ്ടാ പറയുന്നത്. ഭാഗ്യവശാൽ ആരും ഇവിടെ അത്രയും കടന്ന് ചിന്തിക്കാറില്ല. അപ്രാപ്തമായത് പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നുവരെ എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നില്ല, ശ്രവണത്തിൽ നിന്ന് ഞാൻ ജ്ഞാനത്തെ പ്രാപിച്ചു. ജ്ഞാനവും പ്രാപ്തമെന്നെങ്ങനെ പറയാൻ പറ്റും? പ്രാപ്തമാണല്ലോ. പ്രാപ്തമാകാതിരുന്നതിനെ പ്രാപിക്കുകയല്ലേ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്രാപ്തം എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ചാണ്, ജ്ഞാനത്തെക്കുറിച്ചല്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആത്മലാഭം എന്നാ പറഞ്ഞിരിക്കുന്നത്. ആത്മബോധം അനാത്മലാഭവും പ്രാപ്തി ലക്ഷണ ആത്മലാഭം. അനാത്മബോധത്തെ പോലെ ഇവിടെ ആത്മാവിനെ കുറിച്ചല്ല പറയുന്നു, ആത്മബോധത്തെക്കുറിച്ച് പറയുകയാണ്. അപ്രാപ്തമല്ല എന്നുവെച്ചാൽ എന്താ? ആത്മബോധം നിത്യപ്രാപ്തമെന്നാണോ? ആത്മാവ് നിത്യപ്രാപ്തം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. എപ്പോഴും ഉണ്ട്. ആത്മാവിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും താൻ സ്വസ്വരൂപ സദാസ്ഥിതി ചെയ്യുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം ആ തുര്യനുണ്ട്. അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരിയാണ്. അത് പ്രാപിക്കാതിരുന്നിട്ട് പ്രാപിക്കുന്ന ഒന്നല്ല. സദാ പ്രാപ്തമാണ്, നിത്യപ്രാപ്തമാണ്. അതിൽ തർക്കമില്ല. പക്ഷെ ഇവിടെ എടുത്തു പറയുന്ന ഭാഷയിൽ ആത്മലാഭം, ആത്മബോധം, അത് വിഷയബോധത്തെ പോലെ അല്ല. വിഷയബോധം അപ്രാപ്തമാണ്. ഞാനിവിടെ വന്ന് ഈ പുസ്തകത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവർ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായില്ല. പുസ്തകത്തിൽ നോക്കിയപ്പോൾ ജ്ഞാനമുണ്ട്, ഇത് പുസ്തകമാണ്. അപ്രാപ്തമായ അറിവ് പ്രാപ്തമായി. പുസ്തകത്തെക്കുറിച്ചും പറയാം. ഞാനിവിടെ വരുന്നതുവരെ ഈ പുസ്തകം എനിക്ക് അപ്രാപ്തമായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടി, എനിക്ക്
തുറക്കാനും വായിക്കാനും ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്നു. അപ്പോൾ അപ്രാപ്തമായ പുസ്തകം പ്രാപ്തമായി. പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് അത് അപ്രാപ്തമായിരുന്നു, പ്രാപ്തമായി. ഭാഷകാരൻ പറയുന്നത് ആത്മബോധം, ആത്മലാഭം അങ്ങനെയല്ല. അവിടെയാണ് സംശയം. അതങ്ങനെയല്ല എന്നങ്ങനെ പറയാൻ കഴിയും. ഗുരുവിന്റെ ഉപദേശത്തിന് ശേഷമാണ് എനിക്ക് ആത്മബോധം ഉണ്ടായത്. അതുവരെ എനിക്കുണ്ടായിരുന്ന വിഷയബോധമാണ്. അപ്രാപ്തമായ ആത്മബോധമാണല്ലോ പ്രാപ്തമായത്. പിന്നെ അത് അപ്രാപ്തപ്രാപ്തി എന്നാൽ അതിനെ പറയാൻ കഴിയൂ. നിത്യപ്രാപ്തം എന്നങ്ങനെ പറയാൻ കഴിയും. നിത്യപ്രാപ്തമായിരുന്നെങ്കിൽ എനിക്ക് സംസാരമേ, അജ്ഞാനമില്ല. എന്നിലിരുന്ന അജ്ഞാനത്തെ ആ ജ്ഞാനം നശിപ്പിച്ചിരിക്കുന്നു. അതിന് ജ്ഞാനത്തിന്റെ ആവശ്യമില്ല, സാധനയുടെ ആവശ്യമില്ല, ബന്ധനമില്ല, മുക്തിയുടെ ആവശ്യമില്ല. ഇതൊക്കെ ശരിയാണ്. ആത്മസ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ ബന്ധമില്ല, മോക്ഷമില്ല, അജ്ഞാനമില്ല, ആ സ്വരൂപത്തിലൊന്നുമില്ല. പക്ഷെ ആത്മബോധത്തെക്കുറിച്ച് എന്തുകൊണ്ട് ഭാഷകാരൻ അങ്ങനെ പറഞ്ഞു? അതാണ്. അതിനാണ് അടുത്ത സമാനം പറയുന്നത് ലബ്ധൃ ലബ്ധവ്യയോർ ഭേദ അഭാവ. അതിന് സമാധാനം പറയുന്നു. ലബ്ധാവ് ആർക്കാണോ ഇത് പ്രാപ്തമായത്, ഈ ആത്മബോധം, ലബ്ധവ്യം, ലബ്ധവ്യമായിരിക്കുന്നത് ആ ബോധമാകാം, അല്ലെങ്കിൽ ആ പരമാത്മാവാകാം, ഏതിനെടുക്കാം. മുഖ്യമായ അർത്ഥത്തിൽ എന്താണ് ലബ്ധാവ്? തത്വമസി എന്ന് ഉപദേശിച്ചപ്പോ ത്വം എന്ന് പറഞ്ഞത് ആരെയാണ്? അതാണ് ആ ലബ്ധാവ്, നീ. ലബ്ധവ്യം എന്താണ്? ആ തത്വെന്ന് പറഞ്ഞത്. തത്വം പദങ്ങളിലൂടെ ബോധിപ്പിക്കുന്നതാണ് ലബ്ധാവും ലബ്ധവ്യം. ഇത് രണ്ടിലും ഇവിടെ ഭേദമില്ല. അത് പരവുമായ തത്വം അദ്വൈതത്തിൽ. തത്വം ആ സത്ത് തന്നെയാണ് ആത്മാവ്. ഇത് തത്വമായിരിക്കെ ഇവിടെ എന്ത് ബോധം ഉണ്ടാകുന്നത്? പുസ്തകജ്ഞാനം പോലെ ബാഹ്യമായൊരു വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനമല്ല, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ് ഉണ്ടാകുന്നത്. അങ്ങനെയൊരു ബോധം ഉണ്ടാകുന്നുണ്ട്. കാരണം സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആ അറിവില്ലായ്മ, അജ്ഞാനം, അതിനെ ഇല്ലാതാക്കുന്നതിന് ഇങ്ങനെ ഒരു ബോധം ആവശ്യമാണ്. വേറെ തരത്തിലും പറയാം. ഈ ശരീരബോധം, ഈ പ്രപഞ്ചബോധം, ഈ നാനാത്വബോധം, ഈ ബോധത്തെ ഇല്ലാതാക്കുന്നതിനൊരു ഏകത്വബോധം ആവശ്യമാണ്. അത് അജ്ഞാനത്തെ ഇല്ലാതാക്കുന്നതിനെന്നും പറയാം, ഈ വിപരീത ബോധങ്ങളെ ഇല്ലാതാക്കുന്നതിനെന്നും പറയാം. അപ്പോൾ ബോധസ്വരൂപമായ ആത്മാവിനെ കുറിച്ചുള്ള ഒരു ബോധം, ആ ബോധവും ഇവിടെ പറയുന്ന എന്താണ്? അത് അപ്രാപ്തപ്രാപ്തമല്ല. അതാ പറയുന്നത്. അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടും അത് അപ്രാപ്തപ്രാപ്തമല്ല എന്നുകൊണ്ട് പറയുന്നു. കാരണം ഇപ്പോൾ വിഷയത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകുമ്പോൾ, നമ്മുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളെ കുറിച്ച്, ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളെ കുറിച്ച് അറിവുണ്ടാകുമ്പോൾ എന്താണ് അവിടെ നമ്മൾ വ്യക്തമായും ബോധിക്കുന്നത്? ഇത് ആ വസ്തു, ഇതാ വസ്തുവിനെ കുറിച്ചുള്ള അറിവ്, ബോധം. ഇത് രൂപം, ഇത് രൂപജ്ഞാനം, ഇത് രസം, രസജ്ഞാനം, ഗന്ധം, ഗന്ധജ്ഞാനം. അവിടെ വ്യക്തമായ വിവേകം നമുക്കുണ്ട്.
അറിവും അറിവിന്റെ വിഷയവും. ആ വിഷയങ്ങളെക്കുറിച്ച് അതുവരെ ഇല്ലാതിരുന്ന അറിവുണ്ടാകുന്നു. ഞാൻ പറയുന്നത് എനിക്ക് രസജ്ഞാനമുണ്ടായി, രൂപജ്ഞാനമുണ്ടായി, അങ്ങനെ പറയുന്നു. ഇവിടെ അങ്ങനെയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ലബ്ധാവും ലബ്ധവ്യവും ഒന്ന് തന്നെ. സ്വസ്വരൂപം അത് തന്നെയാണ് സത്ത്. അതുകൊണ്ടല്ലേ ഇതിനെ പറയുന്നത് ഏകത്വജ്ഞാനം. ആ ഏകത്വജ്ഞാനത്തിൽ രണ്ടാമതൊരു ഭേദം നീക്കത്തില്ല. എങ്ങനെ? ആ ഏകത്വം, ആ ഏകത്വത്തിന്റെ ജ്ഞാനം, അങ്ങനെ രണ്ട് നീക്കാൻ പറ്റില്ല. അഗ്നി, അഗ്നിയുടെ പ്രകാശം, അങ്ങനെ തന്നെ രണ്ടായി നീക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കാറില്ല. അഗ്നി തന്നെയാണ് അഗ്നിയായിരിക്കുന്നത്, അഗ്നി തന്നെയാണ് പ്രകാശമായിരിക്കുന്നത്. വിഷയങ്ങളെ അറിയുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. രൂപരസാദികൾ അത് പരസ്പരവും ഭേദമാണ്. ഓരോന്നിന്റെയും ജ്ഞാനം വേറെ വേറെ ആയിട്ട് നമ്മൾ പറയുന്നു. രൂപത്തിന്റെ അറിവാണോ രസത്തിന്റെ അറിവ് അല്ല. പക്ഷെ ഇവിടെ ആ വിഷയം ഏകമായിപ്പോയി. അതിൽ നിന്ന് അന്യമായി മറ്റൊന്നും തന്നെ ഇല്ലെന്നുള്ള ജ്ഞാനം, സർവഭേദത്തെയും നിരാകരിക്കുന്ന ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിന് ആ സത്തിൽ നിന്ന് എങ്ങനെ ഭേദം വരും? തത്വത്തിൽ ഭേദമില്ല. തത്വത്തിൽ ആത്മാവും ആത്മബോധവും തമ്മിൽ ഭേദമില്ല. അഗ്നിയും അതിന്റെ പ്രകാശവും തമ്മിൽ ഭേദമില്ലാത്തതുപോലെ, അല്ലെങ്കിൽ അഗ്നിയും അതിന്റെ ഉഷ്ണവും കൊണ്ട് ഭേദമില്ലാത്തത്. അഗ്നി നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞു? അതിന്റെ ഉഷ്ണം കൊണ്ടറിഞ്ഞു. ആ ഉഷ്ണം എന്താ അഗ്നിയിൽ നിന്ന് വേറെയാണ്? അഗ്നിയെ നിങ്ങൾ എന്തുകൊണ്ട് കണ്ട്? അതിന്റെ പ്രകാശം കൊണ്ട്. എന്താ പ്രകാശം അഗ്നിയിൽ നിന്ന് വേറെയാണ്? അല്ലല്ലോ. അതുപോലെ പറയുന്നു, എനിക്ക് ആത്മബോധമില്ലാതിരുന്നു, പക്ഷെ ഇപ്പം ആത്മബോധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആത്മാവും ആത്മാവിന്റെ ബോധവും എന്ന് രണ്ടെണ്ണമില്ല. സർവഭേദത്തെയും നിരാകരിക്കുമ്പോൾ ആത്മാവും ആത്മബോധവും തമ്മിലുള്ള ഭേദത്തെയും നിരാകരിക്കുന്നു. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് ആത്മബോധത്തിന് നാശമില്ല. ആത്മാവ് ആത്മബോധം എന്നുള്ള ആ ഭേദബുദ്ധി അതാ നശിക്കുന്നു. അത് നശിക്കും. പറയുന്നുണ്ടല്ലോ, ആത്മാവിനെ കുറിച്ചുള്ള ബോധം, പശുവിനെ കുറിച്ചുള്ള അറിവ്, അവിടെ ഒരു ഭേദബുദ്ധിയുണ്ട് വ്യക്തമായിട്ട്. ഇവിടെ അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ആത്മാവ് സ്വയം ബോധസ്വരൂപമാണ്. അത് ശരിയാണ്. ബോധസ്വരൂപമായ ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടാകുന്നുണ്ട്, അത് ശരിയാണ്. ആ ബോധത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ അതൊക്കെ ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ ആ ബോധത്തെ ആത്മാവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും. അത് ആത്മാവ് തന്നെയാണെങ്കിൽ അത് നിത്യപ്രാപ്തമായ ആത്മാവാണ്. ആത്മബോധവും പ്രാപ്തപ്രാപ്തമാണ്, അപ്രാപ്തപ്രാപ്തമാണ്. എന്തുകൊണ്ടത് ആത്മാവായതുകൊണ്ട്. എന്താ? മണ്ണിൽ പാത്രമെന്ന് പറയുന്ന പുതിയൊരു വസ്തു അവിടെ പ്രാപ്തമായി. പിന്നെ സ്വർണത്തിൽ ആഭരണം എന്ന് പറയുന്ന മറ്റൊന്ന് പ്രാപ്തമായി ഇല്ല. രണ്ടാമതൊന്നും പ്രാപ്തമാകുന്നില്ല, പക്ഷെ നമുക്കത് അനുഭവപ്പെടുന്നുണ്ട്. മണ്ണിന് മുമ്പില്ലാതിരുന്ന ചില പ്രത്യേകതകൾ നമ്മൾ അനുഭവിക്കുന്നു. അർത്ഥക്രിയാകാര്യത്വം തുടങ്ങിയ കാര്യങ്ങൾ അവിടെയുണ്ട്. അതുപോലെ
സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം അത് അവിടെ ഉണ്ടായിരുന്ന അവിവേകത്തെ നശിപ്പിക്കുന്നു. അതിനെ പറയുന്നത് ഏകത്വബോധമാണ്. സർവഭേദബുദ്ധിയെ നിരാകരിക്കുന്നു. അങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്താണത്? ആത്മലാഭമാണ്, ആത്മബോധമാണ്, അജ്ഞാനത്തെ നശിപ്പിച്ചതാണ്, അത് മുക്തിയെ നൽകുന്നതാണ്. ഇതെല്ലാം പറയാം. അങ്ങനെയെല്ലാം വ്യവഹരിക്കാൻ യോഗ്യമായ ഒന്നാണ് ആത്മബോധം. പക്ഷേ തത്വത്തിൽ എന്താണത്? ആത്മാവിൽ നിന്നും വേറെയല്ല. അതിനാണ് ഉദാഹരണത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് ആത്മലാഭം എന്ന് പറയുന്നതും അത് ആത്മാവിൽ നിന്ന് അന്യമല്ലാത്തതുകൊണ്ട് നിത്യപ്രാപ്തമാണ്. എന്നാൽ അത് പ്രാപിക്കുന്നുമുണ്ട്. നിത്യപ്രാപ്തമായത് പ്രാപിക്കുന്നു. അതിനാണ് ഉദാഹരണമൊക്കെ പറയുന്നത്. കണ്ണിലിരിക്കുന്ന കണ്ണട മറന്നിട്ട് തപ്പുന്നു. നിത്യപ്രാപ്തമായത് പ്രാപിക്കുന്നു. അത് ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെ ആത്മബോധത്തെ സംബന്ധിച്ചും പറയും. ആത്മബോധം അത് ആത്മാവിൽ നിന്നും അന്യമല്ല. പക്ഷെ ആത്മാവ് നിത്യബോധരൂപത്തിലിരിക്കുന്നു, സദാപ്രാപ്തമായിരുന്നിട്ടും അത് അജ്ഞാനത്തെ അനുഭവിക്കുന്നു. അതിന് അജ്ഞാനം ഉണ്ടെന്ന് കരുതുന്നു, സംസാരത്തെ അനുഭവിക്കുന്നു. അതൊക്കെ വാസ്തവമാണ്, സ്വാനുഭവമാണ്. അതിനെ നിരാകരിക്കുന്നതിന് ഒരു ആത്മബോധം വേണ്ടി വരുന്നു. അതിനുവേണ്ടി സാധനങ്ങൾ വേണ്ടി വരുന്നു, ഗുരു വേണ്ടി വരുന്നു, ശാസ്ത്രം വേണം, എല്ലാം വേണ്ടി വരും. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഒടുവിൽ ആത്യന്തികമായി ആത്മബോധം ആത്മാവിൽ നിന്നും അന്യമല്ല, അത് നിത്യപ്രാപ്തമാണ്. അതിനെ വേർതിരിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ബോധമാണ് ഇവിടെ പറയുന്ന ആത്മബോധം. ആ ബോധത്തിനപ്പുറം രണ്ടാമതൊന്നുമില്ല. ആത്മബോധത്തിനപ്പുറം ഒരു സാക്ഷാത്കാരം, അതിനപ്പുറം ഒരു അനുഭൂതി, അതിനപ്പുറം മറ്റെന്തെങ്കിലും ഒന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നും തന്നെ അവിടെ. ആത്മബോധം ദോഷരഹിതമാണോ? അത് മാത്രമേ നോക്കേണ്ടുള്ളൂ. എന്തായാലും താൻ ജ്ഞാനസ്വരൂപമായിരുന്നിട്ടും സസ്വരൂപമായിരുന്നിട്ടും ആനന്ദസ്വരൂപമായിരുന്നിട്ടും ഇതിന് വിപരീതമായതെല്ലാം തന്നിലുണ്ട്. അതൊന്നും പരമാർത്ഥത്തിലല്ലെങ്കിലും അങ്ങനെ ഒരു അനുഭവം, ഒരു പ്രതീതിയുണ്ട്. തന്റെ വാസ്തവത്തിന് വിരുദ്ധമായൊരു പ്രതീതി, ഒരു അനുഭവം തന്നെ നിലനിൽക്കുന്നു. ആ പ്രതീതിയെ നിരാകരിക്കുന്നതിന് തന്നിലൊരു ബോധം ഉണ്ടായാലേ പറ്റൂ. തന്നിൽ തന്നെ വരണമാണ്. അങ്ങനെ വരുന്നത് തന്നിൽ നിന്ന് അന്യമല്ല, അത് നിത്യപ്രാപ്തം തന്നെയാണ്. അത് ആത്മാവിനെ സംബന്ധിക്കുന്ന ബോധം, ആത്മബോധം എന്ന് പറയുന്നത് അത് ആത്മരൂപത്തിൽ നിത്യപ്രാപ്തവും മറിച്ച് അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ അത് പ്രാപ്തവുമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും പറയുന്നത്. ആത്മലാഭം അത് വരുന്നതാണ്, എന്നാൽ അത് നിത്യപ്രാപ്തമാണ്. രണ്ടും അതിനെ സംബന്ധിച്ച് പറയാം. ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടാവത്തില്ല, സാധാരണ പറയാറില്ല. ആത്മാവിനെ വിഷയമാക്കുന്ന ഒരു ബോധം ഉണ്ടാകത്തില്ല, അത് ശരിയാണ്. പക്ഷെ ഈ ആരോപത്തെ നിവർത്തിപ്പിക്കുന്ന ഒരു ബോധം ഉണ്ടാകും. അനാത്മാക്കളെ നിവർത്തിപ്പിക്കുന്ന ഒരു ബോധം, അല്ലെങ്കിൽ അജ്ഞാനത്തെ നിവർത്തിപ്പിക്കുന്ന ഒരു ബോധം ഉണ്ടാകും.
അത് ആത്മാവിനെ വിഷയമാക്കില്ല, അത് ശരിയാണ്. പക്ഷെ അനാത്മാവിനെ നിവർത്തിപ്പിക്കും. അവിടെ എന്തുകൊണ്ടത് ആത്മാവിനെ വിഷയമാക്കുന്നില്ല? കാരണം അത് ആത്മസ്വരൂപം തന്നെ. അതിനാണ് ഉദാഹരണം പറയുന്നത്. എന്താണ്? തന്റെ വിരൽ തുമ്പിൽ തനിക്ക് തൊടാൻ കഴിയില്ല, ആത്മാശ്രയ ദോഷം വരും. തന്റെ മൂക്കിന്റെ തുമ്പിൽ തൊടാൻ കഴിയത്തില്ല. ഇങ്ങനെ ആത്മാവിനെ സംബന്ധിച്ചൊരു ബോധമുണ്ടായിട്ടും ഒരു സാക്ഷാത്കാരം ഉണ്ടായിട്ടും എന്തുകൊണ്ടതിന് ആത്മാവിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നു? ഒന്ന്, അതിന്റെ ആവശ്യമില്ല, ആത്മാവ് സ്വയം പ്രകാശമാണ്. രണ്ട്, ആ ബോധം അത് ആത്മാവ് തന്നെയാണ്, ആത്മാവിൽ നിന്ന് അന്യമല്ല. ആത്മാവ് ആത്മാവിന്റെ ബോധമെന്ന് രണ്ടായി നിൽക്കുന്നില്ല. സർവഭേദത്തെയും നിരാകരിക്കുമ്പോൾ ആ ബോധവും ആത്മാവും തമ്മിലുള്ള ഭേദത്തെയും നിരാകരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആത്മലാഭവും അപ്രാപ്തപ്രാപ്തമല്ല, നിത്യപ്രാപ്തമാണ്. എന്തുകൊണ്ട്? ലബ്ധവ്യോർഭേദാഭാവ. അവിടെ തത്വമസിയിൽ ഉപദേശിക്കുന്ന ആ ത്വം സത്വം, സൃഷ്ടി ചെയ്തവനും സൃഷ്ടിയിൽ അനുപ്രവേശിച്ചവനും, അതാണ് ത്വം തത്വം. അത് രണ്ടും തമ്മിൽ ഭേദമില്ല, രണ്ടും ഒന്ന് തന്നെ. സൃഷ്ടിച്ചവൻ തന്നെയാണ് അനുപ്രവേശിച്ചത്. എന്തെങ്കിലും ഭേദം നമ്മളവിടെ കാണുന്നുണ്ടെങ്കിൽ അത് അനുപ്രവേശത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. അതിനെ അടുത്ത് പറയും. അത് ഭേദമില്ല. എന്തിന്? അത് രണ്ടിൽ ഭേദമില്ലെന്നല്ല പറയുന്നത്. ആത്യന്തികമായി ആ സൃഷ്ടിയും സൃഷ്ടിച്ചവനും തമ്മിൽ ഭേദമില്ല. സൃഷ്ടിച്ചവൻ സൃഷ്ടി, ആ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തു. മൂന്ന് പേരെ കുറിച്ചാണ് പറയുന്നത്. ആത്യന്തികമായി എന്താ പറയുന്നത്? ഈ തൃത്വം, ഇതിലുള്ള ഭേദത്തെ നിഷേധിക്കുക. സൃഷ്ടിച്ചവൻ, സൃഷ്ടി, സൃഷ്ടിയിൽ അനുപ്രവേശിച്ചവൻ, ഇതിൽ ഭേദമില്ല, ഇതൊന്നാണ്. അതാണ് ആ ബോധം. ആ ബോധത്തിൽ പിന്നെ ഒരു ഭേദം അതെങ്ങനെ നിലനിൽക്കും? അതില്ല. ലബ്ധവ്യോർഭേദാഭാവ. അതുകൊണ്ട് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ഭേദമില്ല, ആത്മാവും ആത്മബോധവും തമ്മിലും ഭേദമില്ല. പിന്നെ ചില സന്ദർഭങ്ങളിലെല്ലാം പറയും, അങ്ങനെയൊരു വിചാര രീതിയാണ്. ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നു. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ആത്മബോധമാണ്. ഭാഷ്യത്തിനും മുമ്പ് വന്നിരിക്കുന്നു. ആത്മബോധം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അജ്ഞാനത്തെ നശിപ്പിച്ച് ആത്മബോധവും നശിക്കുന്നു. ഇങ്ങനെയുണ്ട്. കഥകരേണു ഇതിന്റെ ഉദാഹരണം പറയും. തേറ്റാമ്പരം, അത് പൊടിയാണ്, അഴുക്കാണ്. അത് കലങ്ങിയ വെള്ളത്തിൽ വിതറിക്കഴിഞ്ഞാൽ അത് ആ വെള്ളത്തെ ശുദ്ധിയാക്കും. വെള്ളം തെളിയും, ആ പൊടിയും അടിയിലേക്ക് അടിയും. അതുപോലെ ഏതൊരു ആത്മബോധമാണോ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത്, അതിനെ നശിപ്പിച്ചിട്ട് ആത്മബോധവും നശിക്കും. ഇങ്ങനെയും പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അദ്വൈതം തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞത് അതും തമ്മിൽ വിരോധമാണെന്ന് തോന്നുന്നു. ഇവിടെ പറയുന്നത് ആത്മബോധം നശിക്കുന്നില്ലെന്നാണ്, അവിടെ പറഞ്ഞത് ആത്മബോധം നശിക്കുമെന്നാണ്. എന്താ ഇതിന് വ്യത്യാസം? ഇവിടെയെല്ലാം അങ്ങനെ ആത്മബോധം നശിക്കുന്നു എന്ന് പറയുന്നു. അവിടെയെല്ലാം ആത്മബോധം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോധത്തെയല്ല, അന്ധക്കരണ വൃത്തിയാണ്.
അന്ധകരണ വൃത്തിക്ക് വൃദ്ധിക്ഷയങ്ങളുണ്ട്, നാശമുണ്ട്. അത് ഭൗതിക പദാർത്ഥമാണ്. ഷഡ്ഭാവ വികാരങ്ങളും അതിന് സംഭവിക്കും. ജ്ഞാനത്തിലത് സംഭവിക്കത്തില്ല. വൃത്തിയും ജ്ഞാനത്തെയും വേർപിരിക്കാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ കൂടിച്ചേർന്നിരിക്കുകയാണ് അധ്യാസം, താതാത്മ്യം കൊണ്ട്. അത് വേർതിരിക്കാൻ കഴിയത്തില്ല. ദർപ്പണത്തിൽ സൂര്യന്റെ പ്രകാശം പ്രതിബിംബിക്കുമ്പോൾ നമുക്ക് ആ ദർപ്പണത്തിൽ നിന്ന് പ്രകാശത്തെ വേർതിരിക്കാൻ കഴിയത്തില്ല. സൂര്യന്റെ മുമ്പിലിരിക്കുന്ന ആ ദർപ്പണത്തിൽ നിന്ന് പ്രകാശത്തെ വേർതിരിക്കുക സാധ്യമല്ല. അതിന്റെ മുമ്പിലിരുന്നോ അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഇത് ദർപ്പണമാണ്, ഇത് പ്രകാശമാണെന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. നമ്മളങ്ങോട്ട് നോക്കി എന്താ കാണുന്നത്? ദർപ്പണം. അവിടെ എന്താ കാണുന്നത്? പ്രകാശം. രണ്ടിനെ രണ്ടാക്കാൻ എത്ര സമർത്ഥനായ ശക്തി വിചാരിച്ചാലും സാധിക്കത്തില്ല. അതുപോലെ ഈ സൂക്ഷ്മമായ വൃത്തി സദാ ചിന്മയമായി. അതങ്ങനെ ചിന്മയമായിരിക്കുമ്പോൾ അതിനെ വേർതിരിക്കാൻ കഴിയും. അത് ജ്ഞാനമയമായി തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അവസ്ഥയിൽ അവിടെ ഇത് പ്രതിഫലിച്ചില്ലെങ്കിൽ ശരി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പ്രതിഫലിക്കാതിരിക്കത്തില്ല. വൃത്തിക്ക് ഒരിക്കലും ആത്മപ്രതിബിംബം കൂടാതെ നിൽക്കാൻ കഴിയില്ല. അത് ആത്മഛായയോട് കൂടിയേ നിൽക്കും, അല്ലെങ്കിൽ നിലനിൽക്കില്ല. അതിന്റെ സ്വഭാവമാണ്. അതുപോലെ ഈ അന്ധകരണ വൃത്തികൾ, മനോവൃത്തികൾ സദാ ആ ചിച്ഛായോടുകൂടിയിരിക്കുന്നു. ആ അന്ധകരണ വൃത്തിക്ക് ഉത്പത്തിക്ഷയനാശങ്ങളൊക്കെ ഉണ്ടാവും. അത് കൊണ്ട് പറയും എന്താണ്? ബോധമുണ്ടായി നശിച്ചു. അത് ആത്മബോധത്തെ സംബന്ധിച്ചും പറയും. ആത്മബോധമുണ്ടായി നശിച്ചു. അതെല്ലാം വൃത്തിയുടെ വൃദ്ധിക്ഷയങ്ങൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് പറയുന്നത് വൃത്തവും ജ്ഞാനത്വ ഉപചാര. വൃത്തിയെയും ജ്ഞാനമെന്ന് പറയും പലപ്പോഴും. പക്ഷെ അങ്ങനെ പറയുന്നത് മനസ്സിലാക്കണം, അത് ജ്ഞാനം എന്നുള്ള മുഖ്യ അർത്ഥത്തില്ല, ഗൗണമായി പറയുകയാണ്. ജ്ഞാനത്തിന് യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ജ്ഞാനത്തിൽ പറയുകയാണ്. എന്താണ്? അതുണ്ടാകുന്നു, നശിക്കുന്നു. ഇതൊന്നും ജ്ഞാനത്തിന് ചേരുന്ന കാര്യങ്ങളല്ല. അത് നിത്യസിദ്ധമായ ഒന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ അത് ജ്ഞാനത്തിന്റെ വിശേഷണങ്ങളല്ല, ആ വൃത്തിയുടെ വിശേഷണങ്ങളാണ്. ജഡമായ അന്ധകരണ വൃത്തിയുടെ വിശേഷണം. അന്ധകരണത്തിന് ജഡമെന്ന് പറയുന്നതും കേവലം താത്വികമായ ഒരു വിശകലനം മാത്രമാണ്. അന്ധകരണത്തിന് ഒരിക്കലും ജഡമായിരിക്കാൻ സാധ്യമേ അല്ല. എന്തുകൊണ്ട്? അന്ധകരണം എപ്പോഴും ആത്മസന്നിധിയിൽ നിൽക്കുന്ന ഒന്നാണ്. ആത്മസാന്നിധ്യത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോകാൻ വേറെ ഇടമില്ല, മറഞ്ഞിരിക്കാൻ വയ്യ. അതുകൊണ്ട് ആത്മസാന്നിധ്യത്തിൽ സദാ സ്ഥിതി ചെയ്യുന്ന അന്ധകരണം സദാ ചിന്മയമായേ ഇരിക്കും, സദാ പ്രകാശത്തോടു കൂടിയിരിക്കും. അങ്ങനെയാണെങ്കിലും അന്ധകരണത്തിൽ ഉത്പത്തിനാശങ്ങൾ സംഭവിക്കും. അപ്പം ആ ചിന്മയമായ വൃത്തി, അതിനെ വിഷയജ്ഞാനമെന്നും പറയാം, ചിലപ്പോൾ അത് ആത്മബോധവുമാകും. അതിലെ ആത്മബോധത്തിലെ ആ ബോധാംശം അത് ആ സ്വരൂപത്തിൽ നിന്നും വേറെയല്ല.
ആത്മസ്വരൂപത്തിൽ നിന്ന് വേറെയല്ല ബോധാംശം. പക്ഷെ വൃത്തി വേറെയാണ്. അത് അന്ധകരണത്തിന്റെ ഭാഗമാണ്. ആ വൃത്തി ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യും. അത് ഞാൻ മുൻനിർത്തിയാണ് അങ്ങനെ പറയുന്നത്. കഥക രേണുവിന്റെ ദൃഷ്ടാന്തം മറ്റും പറയും. അതെന്ന് പറയും, അവിദ്യയെ വിദ്യ കൊണ്ട് നശിപ്പിക്കും, വിദ്യ സ്വയം നശിക്കും. ഇതൊക്കെ അർത്ഥത്തിലാണ്. ഒരു മുള്ളുകൊണ്ട് മറ്റൊരു മുള്ളിനെ എടുക്കും, പിന്നെ ആ മുള്ളിനെ ഉപേക്ഷിക്കും. ഇതെല്ലാം പറയാറുണ്ടല്ലോ. അവിടെ എല്ലാം പറയുന്നിടത്ത് അതിന്റെ മുഖ്യമായ താല്പര്യത്തിലല്ല, മറിച്ച് ഗുണമായ താല്പര്യത്തിലാണ്, വൃത്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവിടെ പറയാൻ കാരണം ലബ്ധൃ ലബ്ധവയോർ ഭേദാഭാവ, ആത്യന്തികമായി ആത്മബോധം, അത് ബോധമായതുകൊണ്ട്, സദ്ലാഭം, അത് സത്തായതുകൊണ്ട് അവിടെ ഭേദമില്ല. അത് ആത്മാവ് തന്നെയാണ്. വൃത്തിയിൽ ഭേദമുണ്ട്, പക്ഷെ അതിനെ നിഷേധിക്കുന്നു. ബോധം ആ സ്വസ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നു. ആ സ്വസ്വരൂപത്തിന്റെ പ്രകാശത്തിന് എന്താണോ തടസ്സമായിരുന്നതിനെല്ലാം മാറ്റിക്കളയുന്നു. അവിടെ ആത്മാവും ആത്മബോധവും രണ്ടായി നിൽക്കുന്നു, ഒന്ന് തന്നെ. സർവഭേദത്തെ നിഷേധിച്ച് ഏകമായി അത് പ്രകാശിക്കുന്നു. അതിനപ്പുറം അദ്വൈത സാക്ഷാത്കാരം എന്ന് പറയുന്നു മറ്റൊന്നില്ല. ജ്ഞാനത്തിനപ്പുറം, ഭേദത്തെ നിരാകരിക്കുന്ന ജ്ഞാനത്തിനപ്പുറം എന്ന് പ്രത്യേകം പറയും. ആ ഭേദ നിരാകരണത്തിനാണ് ഇവിടെ പറയുന്നത് ലബ്ധൃ ലബ്ധവയോർ ഭേദാഭാവ. അതിവിടെ ഭേദമില്ല. ആത്മാവ് എങ്ങനെയാണോ നിത്യപ്രാപ്തമായിരിക്കുന്നത്, ആത്മബോധവും ആത്മസ്വരൂപം എന്നുള്ള നിലയ്ക്ക് അതും നിത്യപ്രാപ്തമാണ്. പ്രാപ്തി, അപ്രാപ്തി എന്നൊക്കെ പറയുന്നത് ഇവിടെ അതെടുത്ത് പറയുന്നു. യത്ര ഹി ആത്മനോ അനാത്മാ ലബ്ധവ്യോ ഭവതി തത്ര ആത്മാ ലബ്ധ ലബ്ധവ്യോ അനാത്മാ. എപ്പോഴാണോ ആത്മാവിനും ഈ ജീവനും അനാത്മാ സ്വർഗവും മറ്റും ലബ്ധവ്യമായിരിക്കുന്നത്, നേടേണ്ടിയിരിക്കുന്നത് പരിശ്രമിച്ച്, തത്ര അവിടെ ആത്മാ ലബ്ധ, ഈ ജീവൻ ലബ്ധാവായിരിക്കുന്നു. ലബ്ധവ്യോ അനാത്മാ, സ്വർഗം ലബ്ധവ്യമായിരിക്കുന്നു, നേടേണ്ടതായിരിക്കുന്നു, അത് അനാത്മാവാണ്. സജ പ്രാപ്ത, അത് നേടുന്നത് വരെ, യാഗം ചെയ്ത് സ്വർഗത്തെ നേടുന്നത് വരെ അത് അപ്രാപ്തമാണ്. ഉത്പാദ്യാദി ക്രിയാവ്യവഹിത, അതിനെ നേടണമെങ്കിൽ ആ നേട്ടത്തിനും തനിക്കും ഇടയിൽ ചില വ്യവധാനങ്ങളുണ്ട്, ചില മറകളുണ്ട്. അതിനെ മാറ്റണം. എന്താണ്? അവിടെ പ്രവൃത്തി വേണം. അതാണ് അവിടുത്തെ മറ. അതിനെ നിറവേറ്റണം. സ്വർഗമുണ്ടെന്നറിഞ്ഞാൽ പോരാ. കാരണം സ്വർഗം അന്യമായി പോയി. അറിഞ്ഞതിന് ശേഷം പ്രവൃത്തി വേണം. അന്യമായതുകൊണ്ട് ഇവിടെ അറിവിൽ അപ്പുറം പ്രവൃത്തിയില്ല, താനായതുകൊണ്ട്. ആ അറിവും താൻ തന്നെ. പിന്നെന്താ പ്രവർത്തിക്കുന്നത്? അറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അറിവ് അപൂർണമാണ്. ആ അറിവിൽ സംശയാദി ദോഷങ്ങളുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പ്രവർത്തിക്കുന്നു? ഇവിടെ സ്വർഗം അങ്ങനെയല്ല, അവിടെ പ്രവർത്തിക്കാനുണ്ട്. ഉത്പാദ്യാദി, നേരത്തെ പറഞ്ഞു, ഉത്പാദ്യാപ്യം യഥാര്യം സംസ്കാരം പലതവണ ചർച്ച ചെയ്തതാണ്. അതിവിടെ വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ക്രിയാവ്യവധാനമുണ്ട്. കാരകവിശേഷ ഉപാദാനേന ക്രിയാവിശേഷ ഉത്പാദ്യ ലബ്ധവ്യ. സ്വർഗം എങ്ങനെയാണ്? കാരകവിശേഷം, കാരകങ്ങൾ അവിടെ വേണം. ചെയ്യുന്നവൻ, കർത്താവ്, കരണം തുടങ്ങിയ വേണം, ഉപകരണങ്ങൾ വേണം. സ്വർഗത്തെ നേടുന്നതിന് വേണ്ട ഉപകരണങ്ങൾ, അതിനെല്ലാം നേടി ക്രിയാവിശേഷ ഉത്പാദ്യ, കാരകങ്ങളിലൂടെ ക്രിയ. മൺവെട്ടി കൊണ്ട് കിളയ്ക്കാൻ പറ്റും. മൺവെട്ടി കാരകം, കിളയ്ക്കുക എന്ന് പറയുന്ന ക്രിയ. പേന കൊണ്ട് എഴുതാൻ പറ്റും. പേന കാരകം, എഴുത്ത് ക്രിയ. അതുപോലെ
യാഗ അനുഷ്ഠാനം, അതിനു വേണ്ട കാര്യങ്ങളെല്ലാം കാരകങ്ങൾ, അതിനെല്ലാം നേടി ക്രിയാവിശേഷ ഉത്പാദ്യ, യാഗക്രിയയെ പൂർണ്ണമായി ലബ്ധവ്യ, സ്വർഗത്തെ നേടണം. സതു അപ്രാപ്ത പ്രാപ്തി ലക്ഷണവും, ആ സ്വർഗം എന്താണ്? അപ്രാപ്ത പ്രാപ്തമാണ്, ഇതുവരെ പ്രാപിക്കാതിരുന്ന് പ്രാപിച്ചതാണ്. അനിത്യമോ, അതുകൊണ്ടാണ് അത് നശിക്കുന്നതാണ്. മിഥ്യാജ്ഞാന ജനിത കാമക്രിയാപ്രഭവത്വ, മിഥ്യാജ്ഞാനം കൊണ്ടുണ്ടായ ഈ ശരീരത്തിൽ വരുന്ന ആത്മബോധം തുടങ്ങിയ കാര്യങ്ങളാണ് മിഥ്യാജ്ഞാനം. അതുകൊണ്ടുണ്ടാകുന്ന കാമക്രിയ, കാമം ഹേതുവായിട്ടുള്ള ക്രിയകൾ, സ്വർഗത്തിനുള്ള കാമം, അതുകൊണ്ട് ക്രിയ, അതുകൊണ്ടുണ്ടാകുന്നതാണ് സ്വർഗപ്രാപ്തി, പ്രഭവത്വ. സ്വപ്നെ പുത്രാതിലാപകം, ആത്യന്തികമായിട്ട് എന്താണ്? പുത്രനില്ലാത്ത ഒരാളിന് സ്വപ്നത്തിൽ പുത്രലാഭം ഉണ്ടാകുന്ന പോലെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ജാഗ്രത ഉപയോഗമുണ്ട്. സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്രത പരമാർത്ഥമാണ്. സ്വപ്നത്തിലെ ആ അനുഭവം കൊണ്ട് ഈ പരമാർത്ഥത്തിൽ പ്രയോജനമൊന്നുമില്ല. പുത്രനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? പിതാവിനെ നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുക, പിതാവ് ചെയ്തു വെച്ച കർമ്മങ്ങളെ പൂർത്തിയാക്കുക, പിതാവിന് വേണ്ടി ശ്രാദ്ധാദികളെല്ലാം നിർവഹിച്ച് പിതാവിനെ മുക്തനാക്കുക. ഇതാണ് വൈദികന്മാരെ സംബന്ധിച്ച് പുത്രസങ്കല്പം. പക്ഷെ ഇവിടെ സ്വപ്നത്തിലൊരു പുത്രനുണ്ടായി, ഈ പരമാർത്ഥത്തിലേക്ക് വരുമ്പോൾ, ജാഗ്രത എന്ന് പറയുന്ന പരമാർത്ഥത്തിൽ വരുമ്പോൾ, ആ പുത്രന് ഈ പിതാവിന്റെ കർമ്മത്തെ പൂർത്തിയാക്കാൻ കഴിയില്ല, പിതാവിന് വേണ്ടി ശ്രാദ്ധം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ പിതൃക്കളെ തൃപ്തരാക്കാൻ കഴിയത്തില്ല, അതൊന്നും കഴിയത്തില്ല. അയം തു തദ്വിപരീതാത്മാ, അയം ആത്മാതു തദ്വിപരീത. ഈ ആത്മാവ്, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ആത്മാവ്, ആ സ്വർഗം, ആ യാഗകർമ്മവും ആ സ്വർഗത്തിൽ പോകുന്നവനും അതുപോലെയൊന്നുമല്ല, നേരെ വിപരീതം. എന്തുകൊണ്ട്? ആത്മാവ്, ആത്മബോധം, ഇതെല്ലാം ഒന്നാണ്. അവിടെ സർവഭേദത്തെയും നിരാകരിക്കുന്നു. സർവഭേദ നിരാകരണം. ഭാഷ്യകാരൻ പറയും സമ്യക് അവസ്ഥാനം, അതാണ് മുക്തി. ആ സമ്യക് സ്ഥിതി എന്നാണ് മുക്തിയെക്കുറിച്ച് പറയുന്നത്, വാർത്തകത്തിൽ പറയും. അത് ആ മുക്തിസ്വരൂപമാണ്. അതിനുള്ള മുഖ്യമായിരിക്കുന്ന ആ ബോധം, സ്വസ്വരൂപബോധം, അത് ആത്മാവിൽ നിന്ന് തത്വത്തിൽ ആത്യന്തികമായി വേറെയല്ല. അതുകൊണ്ട് ഇത് യാഗത്തെ പോലെയൊന്നുമല്ല. ആത്മത്വാദേവ എന്ന ഉത്പത്തിയാദി ക്രിയാവ്യവഹിത. സ്വർഗത്തിന് ക്രിയാവ്യവധാനമുണ്ട്. എന്നുവെച്ചാൽ ക്രിയയുടെ പൂർത്തി കൊണ്ടേ സ്വർഗം പ്രാപിക്കും. അതുകൊണ്ടാണ് ക്രിയാവ്യവധാനം എന്ന് പറയുന്നത്. ക്രിയയുടെ പൂർത്തിയിൽ നിർവഹിക്കുന്ന ഒന്നാണ്, നിർവഹിക്കപ്പെടുന്ന ഒന്നാണ് സ്വർഗം. ഇവിടെ അങ്ങനെ ഒരു ക്രിയാവ്യവധാനമില്ല. ആത്മാവും ആത്മബോധവും തമ്മിൽ തന്നെ ഭേദമില്ലെങ്കിൽ പിന്നെ എവിടെയാ അവിടെ ക്രിയയ്ക്ക് എവിടെയാ സ്ഥാനം? ആത്മാവും ആത്മബോധവും തമ്മിൽ ഭേദമില്ലെന്നാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ശ്രുതിയിൽ നിന്ന് തന്നെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുന്നു. ആ ബോധം സർവഭേദത്തെ നിഷേധിക്കുന്നു. മോക്ഷം ലബ്ധവ്യമായ ഒന്നല്ല, ലബ്ധാവിൽ നിന്ന് അന്യമല്ല എന്ന ജ്ഞാനം ആണ് ബോധിപ്പിക്കുന്നത്.
ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം. അപ്പൊ സർവഭേദത്തെ അത് നിരാകരിക്കുന്നു. അങ്ങനെ നിരാകരിച്ച് ഒടുവിൽ ആ ബോധം എവിടെയാണോ ഈ ഭേദങ്ങളെല്ലാം നിരാകരിച്ചത് അവിടെ ആ ബോധത്തിൽ നിന്നുള്ള ഭേദത്തെയും നിരാകരിക്കുന്നു സ്വാഭാവികമായിട്ട്. സർവഭേദത്തെയും നിരാകരിക്കുമ്പോൾ ആത്മാവിൽ ആത്മബോധത്തിൽ നിന്നുള്ള ഭേദത്തെയും നിരാകരിക്കേണ്ടി വരും. എന്നാലേ സർവഭേദ നിരാസം അത് പൂർണ്ണമാകത്തുള്ളൂ. പിന്നെ ആത്മാവ് ആത്മബോധം എന്ന് രണ്ടല്ല, ഒന്ന് തന്നെ. അവിടെ ഒരു വ്യവധാനമില്ല. വ്യവധാനം വന്നാൽ അവിടെ ക്രിയ വരും. എങ്ങനെ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞു, ബോധം വന്നു, എന്താ വിശേഷം? വിശേഷമൊന്നുമില്ലല്ലോ, സ്വർഗം പ്രാപിക്കുന്നില്ലല്ലോ. സ്വർഗം പ്രാപിക്കണമെങ്കിൽ അവിടെ ക്രിയാവ്യവധാനമുണ്ട്. ക്രിയ നിർവഹിക്കണം, ചെയ്യണം, പ്രവർത്തിക്കണം. ക്രിയാവ്യവധാനം. എന്തുകൊണ്ടത് തന്നിൽ നിന്ന് അന്യമാണ് സ്വർഗം? അതുകൊണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭേദബുദ്ധിയാണ് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. സ്വർഗകാമോ യജേത, ഈ വാക്യങ്ങളെല്ലാം ഭേദബുദ്ധി ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല. ആത്മത്വാദേവ, ആത്മബോധം സ്വസ്വരൂപം തന്നെ. ഇവിടെ സർവഭേദത്തെയും നിരാകരിക്കുന്നു. ഇവിടെ ക്രിയാവ്യവധാനമില്ല. അക്കാര്യത്തിൽ സംശയം വരേണ്ട കാര്യമില്ല. ആത്മബോധം ആ ബോധത്തിനും ആത്മാവിനും തമ്മിലുള്ള ഭേദത്തെയും നിരാകരിക്കുന്നു. ആത്മബോധിക്ക് അങ്ങനെ ഒരു സംശയം. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മവിദ് ബ്രഹ്മൈവ. അതിന്റെ താല്പര്യം ഇവിടെയാണ് മനസ്സിലാക്കുന്നത്. ആത്മബോധമുള്ളവൻ ആത്മാവ് തന്നെ എന്ന് പറയുന്നു. ആത്മബോധമുള്ളവൻ ആത്മാവ് തന്നെ എന്തുകൊണ്ട് തർപ്പിച്ച് പറയുന്നു? അവനല്ല ആത്മബോധം കൂടെ ഉണ്ടല്ലോ. അതല്ലേ ആ ബോധമില്ലാത്തതിൽ നിന്ന് അവനെ വേർതിരിക്കുന്നത്. അവിടെ എന്താണ് ആത്മബോധം? ആ ബോധം ആത്മാവ് തന്നെയാണ്. അതാണ് ഇവിടെ മുഖ്യമായി പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ക്രിയാവ്യവധാനമില്ല, പ്രാപിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നർത്ഥം. എന്നാലും ഈ പ്രപഞ്ചപ്രതീതി, ഈ സംസാരാനുഭവം, പിന്നെ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള യത്നം, ഇതെല്ലാം ഉണ്ടല്ലോ അനുഭവത്തിൽ. നിത്യലബ്ധസ്വരൂപത്വേപി, നിത്യലബ്ധസ്വരൂപമാണ്, അപരോക്ഷ സ്വരൂപമാണ്. ആത്മാവ് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല, അതിനെ ഒളിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. അതിന്റെ പ്രകാശത്തിന് ഒരിക്കലും ഒരു കോട്ടവും വരുന്നില്ല, ഒരു മങ്ങലും വരുന്നില്ല. സ്വയം പ്രകാശിക്കുന്ന വസ്തു സദാ പൂർണ്ണമാണ്. അതിന് ഒരിക്കലും ഒരു തരത്തിലുള്ള അപൂർണതയ്ക്ക് യാതൊരു സ്ഥാനമില്ല. നിത്യലബ്ധസ്വരൂപത്വേപി, ആ നിത്യലബ്ധസ്വരൂപമാണ്, അപരോക്ഷസ്വരൂപമാണെങ്കിലും സത്യം. അവിദ്യ മാത്രം വ്യവധാനം. പക്ഷെ ഇവിടെ അവിദ്യ എന്ന് പറയുന്ന ഒന്നിന്റെ വ്യവധാനമുണ്ട്. എന്തുകൊണ്ട് ശ്രുതി ഉപദേശിക്കാതെ നീ നിന്റെ സ്വരൂപത്തെ അറിയുന്നില്ല എന്ന് ചോദിച്ചാൽ, ആത്മാവും ആത്മാബോധവും തമ്മിലൊന്നും വ്യത്യാസമില്ല. സംബന്ധിച്ച് ആത്മാവ് നിത്യം പ്രകാശിക്കുകയാണ്. അങ്ങനെ നിത്യം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ എന്തിനാ ശ്രുതി? അതിന്റെ ആവശ്യമൊന്നുണ്ട്. അവിദ്യ മാത്രം വ്യവധാനം. അവിദ്യ, വിദ്യ മാത്രം, അത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വ്യവധാനം.
അവിദ്യ, അജ്ഞാനം, മായ തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ ഭാഷ്യകാരൻ ഓരോ തരത്തിൽ പ്രയോഗിക്കും, ഓരോ താല്പര്യത്തിൽ പ്രയോഗിക്കും. ഇവിടെ എങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നതെന്ന് നോക്കാം. അവിദ്യ എന്ന് പറഞ്ഞാൽ യഥാസ്വരൂപേണ ഗൃഹ്യമാണായ വിശുദ്ധികായ വിപരീണ രജതാഭാസായ അഗ്രഹണം വിപരീത ജ്ഞാനം വ്യവധാനമാത്രം. ഇവിടെ ദൃഷ്ടാന്തത്തിൽ പറയുന്നു ശക്തികാരജിത ദൃഷ്ടാന്തത്തിൽ. ഇത് അല്പം ശ്രദ്ധിച്ചാൽ വളരെ അനായാസമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വലിയ ബുദ്ധി വൈഭവമൊന്നും ആവശ്യമില്ല, ശ്രദ്ധ മാത്രം മതി. വലിയ ബുദ്ധിയുള്ളവർക്ക് ഇതൊട്ട് പിടികിട്ടത്തുമില്ല, ബുദ്ധിമാന്മാരിത് പിടികിട്ടത്തില്ല. സ്വരൂപേണ ഗൃഹ്യമാണായ അഭി ശുക്തികായ വിപരീണ രജതാഭാസായ ശുക്തിക ചിപ്പി മുത്തുച്ചിപ്പി, അത് വിപരീണ രജതാഭാസായ, അത് നേരെ വിപരീതമായ രീതി. രജതാഭാസം, രജതപ്രതീതി, കാണുന്നവൻ അത് രജതമായി അനുഭവപ്പെടുന്നു. കാണുന്നവൻ രജതമായി അവൻ അനുഭവപ്പെടുന്നു. ശക്തിക അവിടെ ശ്രദ്ധിക്കുന്നു. അവൻ എന്തിനാണ് അവൻ അവിടെ അനുഭവിക്കുന്നത്? രജതത്തെ അനുഭവിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു വസ്തു അവിടെ ഇല്ല. അവിടെ അവൻ ഒരു വസ്തുവിനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവന്റെ മുമ്പിലുള്ളത് തന്നെ ആയിരിക്കണം. മുമ്പിലുള്ള എന്താ? രജതമാണ്. ശക്തിയാണ് മുമ്പിലുള്ളത്, രജതമല്ല, ശക്തി. രജതത്തെ കണ്ടുകൊണ്ടിരിക്കുന്നവനും കാണുന്നത് രജതത്തെ അല്ലെന്നാ പറയുന്നത്. എന്തുകൊണ്ട്? ആ രജതം അവിടെ ഇല്ലാത്തതുകൊണ്ട്. പിന്നെന്താ കാണുന്നത്? ശക്തി തന്നെയാണ്. ആണ് പറയുന്നത് സ്വരൂപേണ ഗൃഹ്യമാണായ അപി. പരമാർത്ഥത്തിൽ വാസ്തവത്തിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ശക്തിയെ തന്നെയാണ്. എപ്പോ? രജതത്തെ കാണുമ്പോൾ. ഇതിലെ സാങ്കേതികമായ ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. ഇവിടെ നേരിട്ട് പറയുകയാണ്, നിങ്ങൾ രജതത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും കാണുന്നത് ശുക്തിയെ തന്നെയാണ്. എന്താ അതുകൊണ്ട് പറയാൻ കാരണം അവിടെ രജതമില്ല. അതുകൊണ്ട് തന്നെ രജതമില്ലാത്തടത്ത് രജതത്തെ എങ്ങനെ കാണാൻ പറ്റും? ഈ പ്രപഞ്ചത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സത്തയാണ്. സദൈവ സൗമ്യതമഗ്ര ആസീത് എന്ന് പറഞ്ഞ ആ സത്തിനെ തന്നെയാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ പറയാൻ പറ്റും? ശബ്ദസ്പർശരൂപരസഗന്ധത്തിൽ ഈ പ്രപഞ്ചം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സത്തിനെ മാത്രമാണ് അനുഭവിക്കുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് പറയാം. എന്തുകൊണ്ട്? ആ സത്തിൽ നിന്ന് വേറിട്ട് ശബ്ദസ്പർശരൂപരസഗന്ധാത്മകമായ ഒരു പ്രപഞ്ചം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്തതിനെ എങ്ങനെ അനുഭവിക്കുന്നു? അങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ രജതത്തെ അവിടെ അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടവിടെ പറയാൻ കഴിയുന്നില്ല? കാരണം അവിടെ രജതമില്ല. ശരി, ശക്തി രജതത്തെ സംബന്ധിച്ച് അത് ശരിയാ, സമ്മതിക്കാം. ഒരു നിമിഷ അർത്ഥത്തിൽ ഒരു ബോധം ഉണ്ടാവുന്നു, മറഞ്ഞു പോകുന്നു.
അവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അവിടെ രജതം ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായപ്പോഴും ശുക്തിക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ രജിത പ്രതീതി ഉണ്ടായിരുന്ന സമയത്തും കണ്ടത് വാസ്തവത്തിൽ ശുക്തികയെ തന്നെ അംഗീകരിക്കാം. അത് കാലം ക്ഷണികമായിരുന്നു. പക്ഷെ ഈ പ്രപഞ്ചാനുഭവം അങ്ങനെ അനാദി അനന്തമായി ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെ ശരിയാവും? ഇവിടെയും ശരിയാണ്. എന്താണ്? അവിടെയും ഇവിടെയും കാലം സമമാണ്, ദേശസമമാണ്, അനുഭവം സമമാണെന്നല്ല പറയുന്നത്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഈ കാലദേശങ്ങളുടെ വ്യത്യാസത്തെ പറയുന്നത്. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പറയുന്നത് അവിടെ ശുക്തികെ രജതത്തിന്റെ അനുഭവം ഉണ്ടായത് ക്ഷണാർത്ഥത്തിലാണ്, സമ്മതിച്ചു. ഇവിടെ ഈ സത്തിൽ പ്രപഞ്ചാനുഭവം അനാദി അനന്തമാണ്, അത് സമ്മതിച്ചു. അതിനോട് അഭിപ്രായ വ്യത്യാസമില്ല. അനാദി അനന്തമായി ഈ പ്രപഞ്ചം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അദ്വൈതി എതിർപ്പ് പ്രകടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഈ ഭേദം, കാലദേശങ്ങൾ കൊണ്ടുള്ള ഭേദം രണ്ടും തമ്മിൽ വേറെ വേറെ തന്നെയാണ്. അവിടെ ക്ഷണവും ഇവിടെ അനാദി അനന്തവും. പക്ഷേ രണ്ടിടത്തും തത്വം ഒന്ന് തന്നെ, തത്വത്തിൽ ഒന്നാണ്. അവിടെ ശുക്തിക രജതമായി അനുഭവപ്പെടുമ്പോഴും ആ അനുഭവിക്കുന്നത് ശുക്തികയെ തന്നെ. അല്ല രജതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ രജതത്തെ കാണിച്ചു തരേണ്ടി വരും. നിങ്ങൾക്ക് അവിടെ ശുക്തിയെ മാത്രമേ കാണിച്ചു തരാൻ പറ്റൂ, രജതത്തെ കാണിക്കാൻ കഴിയില്ല. ശുക്തി ഉണ്ടെങ്കിൽ അനുഭവിക്കുന്ന ശുക്തിയെ തന്നെയാണ്. ആ തത്വത്തെയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ സത്തിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ സത്തിനെ തന്നെയാണ് അനുഭവിക്കുന്നത്. അതാണ് യുക്തി. ഇതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും സത്തിനെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഇവിടെ പ്രാധാന്യം. രജതത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശുക്തിയെ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പിന്നെ അത് ശുക്തിയായിട്ടങ്ങ് അനുഭവിച്ച പോലെ അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് അനുഭവത്തിന് ഭ്രാന്തി എന്ന് കൊടുത്തിരിക്കുന്നു. ശുക്തിയെ ആണ്, പക്ഷെ അത് ശുക്തിയായിട്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്തോ ചില ദോഷങ്ങളെ കൊണ്ട്. അതിന് സത്താണ്, പക്ഷെ അതിനെ ആ കേവല സത്തായി മാത്രം അനുഭവിക്കാൻ കഴിയുന്നില്ല. അതിനെ നാമരൂപാത്മകമായി അനുഭവിക്കുന്നു. അവിടെ എന്താ നിങ്ങൾ പറയുന്നത്? ദോഷങ്ങളാണ്. എന്താ ദോഷം? അവിടെ കടൽ തീരത്ത് ചെന്നു, നല്ല സൂര്യന്റെ പ്രകാശം ഒളിച്ചു, ആ ശക്തികയിൽ പ്രതിബിംബം ഉണ്ടായി. ആ പ്രതിബിംബം രജതത്തിന് സമാനമാണ്. അതുകൊണ്ട് അവിടെ രജത അനുഭവം ഉണ്ടാവും. അങ്ങനെ ഇവിടെയും കാണും ദോഷം. ആ ദോഷങ്ങൾ കൊണ്ട് ഇതിനെ ഇങ്ങനെ അനുഭവിക്കുന്നു. പ്രപഞ്ചത്തെ സത്തിൽ നിന്നും വേറിട്ട പ്രപഞ്ചമായി അനുഭവിക്കുന്നു. ഇതിനെ സദാത്മകമായി അനുഭവിക്കാൻ പറ്റുന്നില്ല. എന്താ ഇവിടെ ദോഷം എന്ന് പറയുന്നു? അഗ്രഹണം വിപരീത ജ്ഞാന വ്യവധാന മാത്രം. എന്തുകൊണ്ടാണ് മുമ്പിൽ ശക്തിക ഉണ്ടായിട്ടും അതിനെ ശക്തിയായി ഗ്രഹിക്കാൻ പോയതാണ് അഗ്രഹണം? എന്തുകൊണ്ട് അതിനെ ഗ്രഹിച്ചില്ല? ആ അറിവില്ലായ്മ എന്തുകൊണ്ടുണ്ടായി? എപ്പോഴാണോ ആ ശക്തികയെ രഹിതമായിട്ട് അറിയുന്നത്, അപ്പൊ ശക്തികയായിട്ട് അറിയാതിരിക്കുകയാണല്ലോ. അതാണ് അഗ്രഹണമെന്ന് പറയുന്നത്, അജ്ഞാനമില്ലായ്മ. എന്തുകൊണ്ടത് സംഭവിക്കുന്നു? പറയുന്നു വിപരീത ജ്ഞാന വ്യവധാനം. അവിടെ വിപരീത ജ്ഞാനം എന്ന് പറയുന്ന ഒരു വ്യവധാനമുണ്ട്. എന്തുകൊണ്ട്
ശുക്തികയുടെ ജ്ഞാനം ഉണ്ടായില്ല, രജത ജ്ഞാനം ഉള്ളതുകൊണ്ട്. അതാണ് വിപരീത ജ്ഞാനം എന്ന് പറയുന്നത്. വിപരീത ജ്ഞാനം വ്യവധാനമായി, ഒരു മറയായി, തടസ്സമായി ശുക്തിജ്ഞാനത്തിന്. അപ്പൊ ശുക്തിയെക്കുറിച്ചുള്ള അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? രജതജ്ഞാനം കൊണ്ടുവന്ന മറവ്, അതാണ്. അല്ല വേറൊന്നുമില്ല. രജതജ്ഞാനം അതുണ്ടായി അവിടെ, അതുകൊണ്ട് വന്ന ആ മറവ്, അതിനാണ് നമ്മൾ പറയുന്നത് ശുക്തിയെക്കുറിച്ചുള്ള അജ്ഞാനം. അല്ലെങ്കിൽ പറയാം ശുക്തിയെ അറിയുന്നില്ല. എന്തുകൊണ്ടറിഞ്ഞില്ല? രജതജ്ഞാനം ഉള്ളതുകൊണ്ട്. അപ്പോൾ ആ രജതത്തെ വേറെ അറിയുന്നു, മറ്റൊരു വസ്തുവായി അറിയുന്നു. രജതം മറ്റൊരു വസ്തുവാണല്ലോ, ശുക്തിയല്ലല്ലോ. അത് മറ്റൊരു വസ്തുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും. അതുപോലെ ഇവിടെ ശബ്ദസ്പർശരൂപരസാദികളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകും, സത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല. സത്തിനെ സംബന്ധിച്ച് എന്താ ഉള്ളത്? അജ്ഞാനം. അതാണ്. സത്തിനെ കുറിച്ചുള്ള ജ്ഞാനമില്ല. സത്തിനെ കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകാതെ എന്താ കാരണം? ഈ വിപരീത ജ്ഞാനം. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഈ ശരീരബുദ്ധി, ശരീരേന്ദ്രിയ മനോബുദ്ധി, ഈ പ്രപഞ്ചബുദ്ധി, ഇതെല്ലാം കൊണ്ട് അതിനെ അറിയുന്നില്ല. അഗ്രഹണം വിപരീത ജ്ഞാന വ്യവധാനം മാത്രം. ശുക്തിയെക്കുറിച്ച് അറിയാതിരിക്കുന്നത് വിപരീത ജ്ഞാനം കൊണ്ട്, രഹിതജ്ഞാനം കൊണ്ട്. ഇത് സത്തിൽ നിന്ന് അന്യമല്ലെങ്കിലും, സത്തിന്റെ സൃഷ്ടിയാണ് സർവവുമെങ്കിലും ആ സത്തിനെ അറിയാതിരിക്കുന്നു. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചബോധം ഉള്ളതുകൊണ്ട്. രണ്ടു തരത്തിൽ പറയും. ചിലർ പറയും അജ്ഞാനം കൊണ്ട് ഈ പ്രപഞ്ചബോധം ഉണ്ടായി എന്ന് പറയും. ശുക്തിയെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് രജതജ്ഞാനം ഉണ്ടായി. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറഞ്ഞു കേൾക്കുന്നത്. ഇതിന്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ മറുഭാഗം കൂടെ മനസ്സിലാക്കുന്നു. ആ രജതജ്ഞാനം കൊണ്ട് ശുക്തിയെക്കുറിച്ചുള്ള അജ്ഞാനം നിലനിൽക്കുന്നു, അതില്ലാതാകുന്നില്ല. എത്ര കാലം രജതജ്ഞാനം നിലനിൽക്കുന്നോ അത്രയും കാലം ശുക്തിയെക്കുറിച്ചുള്ള അജ്ഞാനവും സംരക്ഷിക്കപ്പെടും. അതവിടെ അങ്ങനെ നിൽക്കും. എത്ര കാലം ആ സത്തിൽ നിന്ന് പൃഥക്കായി ഭേദത്തിൽ ഇതിനെയൊക്കെ അറിയുന്നുവോ അത്രയും കാലം ആ സത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ആ സത്തിനെ കുറിച്ചുള്ള അജ്ഞാനം നശിക്കത്തില്ല. അഗ്രഹണം വിപരീത ജ്ഞാനം വ്യവധാനം മാത്രം. ആഗ്രഹണം വിപരീത ജ്ഞാന വ്യവധാനങ്ങളുണ്ടാകുന്നതാണ്. ജാഗ്രത തന്നെ ശരീരാദി ബോധം വന്നു, വിപരീത ജ്ഞാനം വന്നു, ഞാനിതാണെന്ന് തോന്നുന്നു, ഇതിലെനിക്ക് അഭിമാനം വന്നു. തന്നെ സംബന്ധിച്ച് ഒന്നും അറിയുന്നില്ല. നീ നിന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെ അറിയുന്നുണ്ടോ? ഇല്ല, അറിയുന്നില്ല. ഇവിടെ അജ്ഞാനം. എന്തുകൊണ്ട്? ഈ വിപരീത ജ്ഞാനം കൊണ്ട്. തഥാഗ്രഹണം ജ്ഞാനമാത്രമേവ. ഇനി അതിനറിയുന്നു, ഓ ഇത് ശുക്തികയാണ്, അനുഗ്രഹണം. പിന്നെ അവിടെ രചിതജ്ഞാനമുണ്ടോ? രചിത പ്രതീതിയുണ്ടോ? ഇല്ലല്ലോ.
ശുക്തിയെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ശുക്തിക മാത്രം. അവിടെ ബോധത്തിനാണ് പ്രാധാന്യം. അതുപോലെ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ, സദ്ത്വമസി എന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിപരീത ഗ്രഹണമില്ല. ദേഹാദികളോടുള്ള താതാത്മ്യമില്ല, പ്രാണനോട് മനസ്സിനോടുള്ള താതാത്മ്യമില്ല. എന്ന് പറയുന്നു ഗ്രഹണം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഗ്രഹണം ജ്ഞാനം മാത്രമേവ വിപരീത ജ്ഞാന വ്യവധാന അപോഹാർത്ഥത്വ ജ്ഞാനസ്യ. ജ്ഞാനം ഇപ്പം എന്താ ചെയ്യുന്നത്? ഈ വിപരീത ജ്ഞാന വ്യവധാനത്തെ മറയ്ക്കുന്നു, ഇല്ലാതാക്കുന്നു. ഇതെന്ന് വെച്ചാൽ അപോഹം എന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നു, മാറ്റുന്നു. അപോഹാർത്ഥം മാറ്റുന്നു, മറയ്ക്കുന്നു, മാറ്റുന്നു. അവിടെ ഒരു ക്ഷണം കൊണ്ട് ആ ഭ്രാന്തി മാറി പെട്ടെന്ന് ഇത് ശക്തിയാണെന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ രജിത പ്രതീതിയില്ല, കേവല ശക്തി മാത്രം. ഇവിടെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചത് ഈ നാനാരൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സത്താണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ നാനാത്വത്തിലുള്ള ഭേദപ്രതീതിയില്ല. പിന്നെ ഭേദത്തെ നിഷേധിക്കുന്നു. ജ്ഞാനം അതാ ചെയ്യുന്നു, ഇവിടുത്തെ വിപരീത ജ്ഞാനത്തെ ഇല്ലാതാക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രതത്തിലെ ജ്ഞാനം കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന് പറയുന്നത്. കൊണ്ടാണ് സുഷുപ്തിയിൽ വിപരീത ഗ്രഹണമില്ല. പക്ഷെ ജ്ഞാനം കൊണ്ട് അവിടുത്തെ വിപരീത ഗ്രഹണം നിവർത്തിച്ചല്ല, സഹജമായി നിവർത്തിച്ചു. സുഷുപ്തിയിൽ ദേഹാദികളുടെ താതാത്മ്യമില്ല, സഹജമായി അത് പോയി. വിശ്രമിച്ചു, പൂർണ്ണമായി സ്വസ്ഥമായി വിശ്രമിച്ചു. വീണ്ടും എന്തിനാ വരുന്നത്? ഇതിനോടൊക്കെ താതാത്മ്യപ്പെട്ട് ഈ പ്രപഞ്ച കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വിപരീത ഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഈ ജാഗ്രതത്തിൽ ആ വിപരീത ഗ്രഹണത്തോടു കൂടിയിരിക്കുന്നു. ആ വിപരീത ഗ്രഹണമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്ന് വിപരീത ഗ്രഹണത്തോടു കൂടിയിരിക്കുമ്പോൾ ഇവിടെ ഈ വിപരീത ഗ്രഹണത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനം തന്നെ വേണം, ഈ ജാഗ്രത തന്നെ വേണം. ഈ ജാഗ്രതത്തിൽ വിപരീത ഗ്രഹണത്തെ ഇല്ലാതാക്കുന്ന ജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തിലും വിപരീത ഗ്രഹണവും സുഷുപ്തിയിൽ അഗ്രഹണവും വന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാകത്തില്ലേ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഈ വിപരീത ഗ്രഹണത്തിൽ നിന്നുകൊണ്ടാണ് സ്വപ്നത്തെക്കുറിച്ചും സുഷുപ്തിയെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങളെല്ലാം ഈ ജാഗ്രതത്തിലിരുന്നുകൊണ്ടാണ്. ഈ ജാഗ്രതത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സ്വപ്നം സുഷുപ്തി രണ്ട് ശേഷിക്കുന്നേയില്ല. ഉണ്ടെങ്കിലല്ലേ പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് സംശയിക്കേണ്ട കാര്യമുള്ളൂ. ഈ ജാഗ്രതത്തിലെ ജ്ഞാനം ഇവിടുത്തെ വിപരീത ജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനത്തെ നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ വിപരീത ജ്ഞാനത്തെ നശിപ്പിച്ചാൽ പിന്നീട് അന്യമായിട്ടൊരു സ്വപ്നം, പിന്നെ ഒരു സുഷുപ്തി അതില്ല, തുര്യനല്ലാതെ രണ്ടാമതൊരുവനില്ല. പിന്നെ ഇവിടെ ഇതൊക്കെ നശിച്ചു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ വീണ്ടും അജ്ഞാനം ഉണ്ടാകുമോ, വിപരീത ബുദ്ധി ഉണ്ടാകുമോ, സുഷുപ്തിയിൽ അജ്ഞാനം ഉണ്ടാകുമോ? ഇതൊക്കെ വെറും ബാലിശമായ ചോദ്യങ്ങളാണ്. ഈ ജാഗ്രതത്തിലെ ആത്മബോധത്തിൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. പക്ഷെ ഈ ജാഗ്രതയിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട്?
ഈ പറയുന്ന അജ്ഞാനവും വിപരീത ജ്ഞാനവും ഒക്കെ ഇപ്പോൾ അനുഭവത്തിലുള്ളതാണ്. സ്വപ്നത്തിലെ കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് സ്മരിക്കുന്നതാണ്, ഇവിടെ ഇപ്പോൾ ഇല്ലാതെ, അല്ലെങ്കിൽ സങ്കല്പിക്കുന്നതാണ്. ജാഗ്രത അങ്ങനെയല്ല, പ്രത്യക്ഷസിദ്ധമായി മുമ്പിലുണ്ട്. ഇവിടുത്തെ വിപരീത ജ്ഞാനങ്ങൾ, അജ്ഞാനങ്ങൾ എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ശേഷിക്കുന്നത്? സുഷുപ്തി സ്വപ്നമാണോ അതോ തുര്യനാണോ? പിന്നെ തന്റെ തുരീയ സ്ഥിതിയാണ്. അവിടെ സുഷുപ്തിയിൽ അജ്ഞാനമൊന്നോ സ്വപ്നത്തിന്റെ വിപരീതമെന്നോ ഉള്ള കൽപ്പനകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല. രജിതപ്രതീതി ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ രജിതം അത് എങ്ങനെയുള്ളതാണ്, അതിന്റെ മൂല്യം എന്താണ്, അത് ആരുടേതാണ്, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, എവിടെയാണോ ഇരുളുള്ളത് അവിടെ വെളിച്ചം വന്നാൽ മതി. എവിടെയാണോ അജ്ഞാന അനുഭവമുള്ളത്, എവിടെയാണോ വിപരീത ജ്ഞാന അനുഭവമുള്ളത്, അവിടെ അത് പരിഹരിച്ചാൽ മതി. ഞാനും അതാ ചെയ്യുന്നത്. വിപരീതജ്ഞാന വ്യവധാന അപോഹാർത്ഥത്വജ്ഞാനസ്യ, വിപരീത ജ്ഞാന വ്യവധാനത്തെ ഇല്ലാതാക്കുന്നു ജ്ഞാനം. എവിടെയാണോ ശ്രുതിയെ ശ്രവിക്കുന്നത്, എവിടെയാണോ ഗുരുവിന്റെ ഉപദേശത്തെ ശ്രവിക്കുന്നത്, എവിടെയാണോ മനനനിധ്യാസനങ്ങൾ ചെയ്യുന്നത്, അവിടെ അജ്ഞാനത്തെയും വിപരീത ജ്ഞാനത്തെയും രണ്ടിനെയാണ് നശിപ്പിക്കുന്നത്. ഇതിന്റെ സ്വരൂപത്തെ അറിയുന്നുണ്ടോ, അറിയുന്നില്ല, അത് അജ്ഞാനം. അതിവിടെയാണ് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. ഇനി ഈ നാനാത്വ ബോധം, ഞാൻ വേറെ നീ വേറെ, ഞാൻ എന്റെ ശരീരം, ഈ വിപരീത ജ്ഞാനം ഇതിനെ നശിപ്പിക്കുന്നു. എന്ത് ആ ഏകത്വം ജ്ഞാനം, സദാത്മേകത്വം ജ്ഞാനം രണ്ടു തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. ആത്യന്തികമായതൊന്ന് തന്നെ. എന്നാൽ ഇവിടെ ഈ ഭേദം രണ്ട് കാര്യങ്ങൾ. ഒന്ന് തന്നെ അറിയാതിരിക്കുക, മറ്റൊന്ന് പലതിനെ അറിയുക. ഈ രണ്ട് പ്രശ്നങ്ങൾക്ക് സമാധാനം വേണം. ഈ രണ്ട് പ്രശ്നത്തിനുള്ള സമാധാനം ആത്മബോധം തന്നെ. തന്നെ അറിയുന്നില്ല എന്നുള്ള പ്രശ്നത്തിന് സമാധാനമായി ആത്മബോധം, തന്നെക്കുറിച്ചുള്ള ബോധം. പലതിനെ അറിയുന്നുള്ള പ്രശ്നത്തിന് സമാധാനം എന്താണ്? സദാത്മേകത്വം. സത്ത്, സൃഷ്ടി, താൻ, ഇത് മൂന്നും ഏകമാകുന്നു. അതിന് വിപരീതജ്ഞാനം, വ്യവധാന അപോഹർത്തത്വ ജ്ഞാനം. ജ്ഞാനം അങ്ങനെയാണ് തന്നെ പ്രവർത്തിക്കുന്നത്. ജ്ഞാനം വളരെ ലളിതവും അനായാസവുമാണ്. അതിനെ ക്ലിഷ്ടമാക്കിയെടുക്കുന്നതാണ്. ഏവം വിഹാപി ആത്മനോ അലാഭോ അവിദ്യാ വ്യവധാനം മാത്രം. അതുകൊണ്ട് ആത്മലാഭമില്ലാതിരിക്കുക എന്നുവെച്ചാൽ തന്നെ അറിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്രമേ അവിദ്യാ വ്യവധാനം എന്ന് വെച്ചാൽ, അവിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വിപരീത ജ്ഞാനത്തെയാണ്. അതിനാണ് രജതത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞത്. ശക്തിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ശക്തിയാണ് അവിടെ കാണുന്നത്, കാണാൻ മറ്റൊന്നില്ല അവിടെ, രജതമില്ല കാണാൻ, ശക്തിയേ ഉള്ളൂ. ഇരിക്കുമ്പോൾ തന്നെ അവിടെ രജത പ്രതീതിയുണ്ട്. ആ രജതീയ പ്രതീതിയെ മാറ്റുന്നതിന് അവിടെ ഒരു ശക്തിജ്ഞാനം കൂടുതലായി വേണ്ടി വരുന്നു. ശക്തിയെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ശക്തിയുടെ ജ്ഞാനം വേണ്ടി വരും. അതങ്ങനെ ശക്തിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തിയുടെ ജ്ഞാനം വീണ്ടും വേണ്ടി വരുന്നു. കാരണം അവിടെ ഒരു വ്യവധാനം, ഇതിന്റെ ഇടയ്ക്ക് മറ്റൊന്നും വന്നിരിക്കുന്നതാണ് രജതജ്ഞാനം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ വിപരീത ജ്ഞാനം, ഇതിനെ ഇവിടെ അവിദ്യ എന്ന് പറയുന്നു. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് ആത്മാവ്, സ്വസ്വരൂപം. രണ്ട് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. മൂന്ന് വിപരീത ജ്ഞാനം. ഈ അറിവില്ലായ്മ ഈ വിപരീത ജ്ഞാനം തമ്മിൽ എന്താ ബന്ധം?
ഈ അറിവില്ലായ്മയും വിപരീത ജ്ഞാനവും ആത്മബോധവും ഇത് മൂന്നും തമ്മിൽ എന്താ പരസ്പര ബന്ധം? അത് സാധാരണ പറയും അറിവില്ലായ്മ കൊണ്ട് വിപരീത ജ്ഞാനം. ഇവിടെ തിരിച്ചു പറഞ്ഞു എന്നുവെച്ചാൽ ഇത് ഫലത്തിലൊന്നു തന്നെ. വിപരീത ജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ. നീ എന്തുകൊണ്ട് നിന്റെ സ്വരൂപത്തെ അറിയുന്നില്ല? ഞാൻ ഇതിനെയൊക്കെ അറിയുന്നുണ്ട് എന്നും പറയാമല്ലോ. നീ എന്തുകൊണ്ട് ഇതിനെയൊക്കെ അറിയുന്നു? എന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട്, ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട്. രണ്ടും ചോദ്യത്തിന് സമാധാനവും ഒരുപോലെയാണ്. അപ്പോൾ ഈ വിപരീത ജ്ഞാനം കൊണ്ട് തന്നിലുള്ള തന്നെക്കുറിച്ച് അറിയുന്നില്ല. പരിഹാരം തന്നെക്കുറിച്ചുള്ള ബോധം, ആത്മബോധം. ആത്മബോധം കൊണ്ട് തന്നെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ, അതിന് കേവലം അറിവില്ലായ്മയായിട്ടെടുത്താൽ മതി. അതും പോകുന്നു, അവിദ്യയും പോകുന്നു. അവിദ്യ എന്താണ്? ഈ വിപരീത ജ്ഞാനം. അതും പോകുന്നു. അത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ വിപരീത ജ്ഞാനം. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വസ്തുവാണ്, ഒരു പദാർത്ഥമാണ്, മറ്റു വസ്തുക്കളെ പോലെ. അജ്ഞാനത്തെ ഇരുളിനോട് ഉപമിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അജ്ഞാനത്തെ ഇരുളിനോട് ഉപമിക്കുമ്പോൾ വലിയൊരു ദോഷവും വരും. കാരണം ഇരുള് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു വസ്തുവായിട്ടാണ്, എന്തോ ഒരു സാധനമായിട്ട്. അതുപോലെ അജ്ഞാനവും എന്തോ ഒരു പദാർത്ഥമാണ്, ഒരു വസ്തുവാണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത് ഇരുളിനോട് അതിന് ഉപമിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അതല്ല വേറെ വഴിയില്ല. ഉപമിക്ക് ഒരിക്കലും പൂർണ്ണത കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ആ അഗ്രഹണം, അതിനെയും അവിദ്യയും വേർതിരിച്ച് പറഞ്ഞത്. ആ വിദ്യ തന്നെയാണ് നേരത്തെ പറഞ്ഞ മിഥ്യാജ്ഞാനം എന്ന് പറഞ്ഞത്. അതൊക്കെ വേറെ ചില സന്ദർഭങ്ങളിൽ വേറെ അർത്ഥത്തിൽ പറയും. ഇവിടെ പറയുന്നത് മനസ്സിലാക്കും. അത് രണ്ടും തമ്മിലൊന്നും വിപരീതമില്ല. ചിലടത്ത് അവിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിനും പറയും, ജ്ഞാനാഭാവം. ഇവിടെ അവിദ്യ വിപരീത ജ്ഞാനമാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. തസ്മാത് വിദ്യയ തദപോഹന മാത്രമേവ ലാഭവും. അതുകൊണ്ട് ആത്മലാഭം എന്ന് പറയുന്നത് എന്താണ്? ഈ വിദ്യ കൊണ്ട്, ആത്മബോധം കൊണ്ട് തദപോഹനം, ആ അവിദ്യയെ നശിപ്പിക്കുക. എന്ന് വെച്ചാൽ ഈ വിപരീത ജ്ഞാനത്തെ നശിപ്പിക്കുക. അവിദ്യ എന്ന് പറയുന്നത് കേവലം ഇരുള് പോലെയല്ല, അതും ബോധരൂപത്തിലാണ്, വിപരീത രൂപത്തിലാണ്. എന്താ, ശക്തിയിൽ വരുന്ന രജതജ്ഞാനം ഇരുളാണോ? അല്ല, അതൊരു പ്രകാശമാണ്, ഒരു അനുഭവമാണ്. പക്ഷെ അതിന് പേര് അവിദ്യ എന്നാണ്. അതുപോലെ ഈ പ്രപഞ്ചാനുഭവം, ശരീരബോധം, ഇതൊക്കെ അനുഭവമാണ്. പക്ഷെ അതിനവിടെ അവിദ്യ എന്ന് പറയുന്നു. തസ്മാത് വിദ്യ തദപോഹനം. വിദ്യ കൊണ്ട് ഈ വിപരീത ജ്ഞാനം പോകുന്നു. ഞാൻ എന്നെ അറിയുന്നില്ല എന്നുള്ളതിന് വിദ്യ പകരമാകും, അതിന് പകരം വയ്ക്കുന്നു. അതും പോയി, അറിവില്ലായ്മയും പോയി. ഇതാണ് ലാഭം. നാന്യഹ കഥാചിത വിപത്യത. ഇതല്ലാതെ അജ്ഞാനം, അവിദ്യ, ജ്ഞാനം, ഇതിനൊന്നും വേറെ വിശദീകരണങ്ങളില്ല, വ്യാഖ്യാനങ്ങളില്ല. ശരി.